ഹായ്, നമ്മുടെ സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഹെൽത്തി ആവുന്ന ആരോഗ്യം തരുന്ന ഒരു വ്യായാമത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശരീരത്തെ ഒന്ന് ഉത്തേജിപ്പിച്ച് ഉണർത്തിക്കൊണ്ട്, അതായത് വാമപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എക്സസൈസിലേക്ക് അല്ലെങ്കിൽ വ്യായാമത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതും വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ ഈ പുഷപ്പ് എടുക്കുന്നത് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ചില ആൾക്കാർ 70 വയസ്സുള്ളവർ 80 വയസ്സുള്ളവർ ഇപ്പോഴും പുഷപ്പ് 60 എണ്ണം ഒറ്റയടിക്ക് എടുക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയെ സ്ട്രോങ് ആക്കുന്നു. അതായത് എല്ലിനെ നല്ല സ്ട്രോങ് ആക്കുന്നു, അതേപോലെ മനസ്സിന് ധൈര്യവും ആരോഗ്യവും ഉള്ളതാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും അത് ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പുഷപ്പ് എടുത്തിട്ട് ആരോഗ്യം വീണ്ടെടുത്താലോ? അപ്പോൾ അതിനൊന്ന് ട്രൈ ചെയ്തൂടെ? ഒത്തിരി ഗുണങ്ങളുള്ള ഈ പുഷപ്പ് ദിവസം ഒരു 20 എണ്ണം വെച്ചെടുത്താലോ? അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഞാൻ സ്റ്റെപ്പായിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പം സ്റ്റാർട്ടിങ് നമുക്ക് ഒറ്റയടിക്ക് പുഷപ്പ് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സപ്പോർട്ടിങ് ആയിട്ട് നമ്മൾ വോൾ ഉപയോഗിച്ചിട്ട് വോളിൽ കൈ സാധാ വെക്കുന്നത് പോലെയല്ല, കൈപ്പത്തി തിരിച്ചുകൊണ്ട്, അപ്പോൾ നമ്മളുടെ കൈ ആ ഒരു ബലം നമ്മളുടെ ബോഡിയിലേക്ക് ഇങ്ങനെ കിട്ടും. ഒരുപാട് എന്താ പറയുക, കൈക്ക് പെയിൻ വരാത്ത വിധം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയിന് വേദന വരില്ല. അതുമാത്രമല്ല നെഞ്ചിനൊരു വിരിവും കിട്ടും. അതേപോലെ ഈ വോളിനോടൊന്ന് ചേർന്ന് നിൽക്കാതെ സ്റ്റാർട്ടിങ് ചേർന്ന് നിന്നിട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചെയ്ത് കുറച്ചൊന്ന് എന്താ പ്രാക്ടീസ് ആയതിന് ശേഷം നമുക്ക് കാലുകൾ കുറച്ച് ബാക്കിലേക്ക് വെച്ചുകൊണ്ട് ഇതേപോലെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇത് 1-2 ദിവസം ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പിലോ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കാലുകൾ ഇച്ചിരി ബാക്കിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പറ്റാത്തവർ മേശയുടെ മുകളിൽ പിടിച്ചിട്ട് ഒരു ടേബിളിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാം. നമുക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുഷപ്പ് വളരെ ബെസ്റ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബാക്കിലേക്ക് നിന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ പിടിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ദിവസം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ബോഡിക്ക് ഇച്ചിരി ചെയ്യാനുള്ളൊരു സ്ട്രോങ് നമുക്ക് കൈവരിക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സാധാരണ എങ്ങനെയാണോ പുഷപ്പ് എടുക്കുന്നത് അതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ 2ാമത്തെ സ്റ്റെപ്പാണ് കാണിച്ചത്. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഇതേപോലെ മുട്ട് കുത്തിക്കൊണ്ട് കാൽപാദം ഇളകാതെ, സ്റ്റാർട്ടിങ് നമുക്ക് ഇളക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ വീട്ടിൽ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് പാദം ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇളകില്ല. അപ്പോൾ ഇളകാതെ ഇങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് ഇതേപോലെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞ് തനിയെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇളകത്തില്ല കാൽപാദം. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് നോർമലി എങ്ങനെയാണോ പുഷപ്പ് എടുക്കുന്നത് അതേപോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അപ്പർ ബോഡി സ്ട്രോങ് ആക്കാനും അതേപോലെ മെറ്റാബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇങ്ങനെ കുറച്ചായിട്ട് ദിവസവും ചെയ്ത് ശീലിച്ച് നമുക്ക് 20 അല്ല 60 പുഷപ്പ് 70 പുഷപ്പ് വരെ എടുക്കാം. തൽക്കാലം നമ്മൾ ഒരു 20 എണ്ണമെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ എല്ലുകളെ സ്ട്രോങ് ആക്കാനായിട്ട് ഈ പുഷപ്പ് കൊണ്ട് സാധിക്കും. ശരീരാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും നിലനിർത്താൻ നമ്മുടെ ഈ പുഷപ്പ് കൊണ്ട് നമുക്ക് സാധിക്കും. എല്ലാവരും ഒരു അരമണിക്കൂർ സമയം വ്യായാമത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അത് നമ്മളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.